ഹലോ നമസ്കാരം, ഞാൻ അനീഷ് അബ്രഹാം UK-യിൽ നിന്നും. കഴിഞ്ഞ ദിവസം ഒരു UK മലയാളിക്കുണ്ടായ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ദയവേത് നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കാനായിട്ട് സഹായിക്കുക. സംഭവം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു മോട്ടോർ വേയിലൂടെ കാറിൽ പോവുകയായിരുന്നു. പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു ലോറിയുമായിട്ട് കൂട്ടിയിടിച്ചു. ആക്സിഡൻറ്റിനെ തുടർന്ന് ഈ കാറ് പൂർണ്ണമായിട്ടും നശിച്ചുപോയി. ലോറിക്കും സാരമായിട്ടുള്ള കേടുപാടുകളുണ്ടായി. ഭാഗ്യത്തിന് ഇദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല, മറ്റൊന്നും സംഭവിച്ചില്ല. ഇദ്ദേഹം ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇൻഷുറൻസ് കമ്പനി ഇദ്ദേഹത്തിൻ്റെ ക്ലെയിമിനെ കുറിച്ച് വിശദമായി അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു കാര്യം വ്യക്തമായത്. ഇദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ലൈസൻസ് ഓൾറെഡി എക്സ്പയർഡ് ആയതാണ്. അതോടുകൂടി ഇൻഷുറൻസ് കമ്പനി ഇദ്ദേഹത്തിൻ്റെ ഇൻഷുറൻസ് ക്യാൻസൽ ചെയ്തു. മറ്റ് ലോറിയുടെ ഭാഗത്തു നിന്നുള്ള ക്ലെയിം ഇനിയിപ്പോൾ ഇതിൻ്റെ ഭാരിച്ചൊരു തുകയായിരിക്കും ഇദ്ദേഹത്തിന് പേ ചെയ്യേണ്ടി വരിക. സ്വന്തമായിട്ടുള്ള കാറ് നഷ്ടപ്പെട്ടു. കൂടാതെ ലോറിക്കോ ഇനിയിപ്പോൾ ലോറിയുടെ ഡ്രൈവർ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒക്കെ വലിയ തുകകളായിട്ട് ഇദ്ദേഹത്തിൻ്റെ തലയിൽ തന്നെ വരും. അപ്പോൾ ഇതുപോലെയുള്ള സിറ്റുവേഷനിലേക്ക് നിരവധി മലയാളികൾ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് പേര് UK-യിൽ വന്നിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇന്ത്യൻ ലൈസൻസ് വെച്ചുകൊണ്ടാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലെങ്ങാനും ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാകും. നിങ്ങൾക്ക് PR കിട്ടില്ല, നിയമ നടപടികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും, ഇൻഷുറൻസ് ക്യാൻസലായി പോകും, വേറൊരു ഇൻഷുറൻസ് നിങ്ങൾക്ക് കിട്ടാത്ത അവസ്ഥ വരും. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും UK ലൈസൻസ് എടുക്കാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ UK ലൈസൻസ് എടുക്കാനുള്ള നടപടികൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ഏരിയയിൽ ടെസ്റ്റ് ബുക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഇല്ലെങ്കിൽ അടുത്തുള്ള കൗണ്ടികളോ മറ്റു പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും സ്ലോട്ട്സ് അവൈലബിൾ ആണെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് അവിടെ ബുക്ക് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് പാസ്സായി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ശ്രമിക്കുക. പുതിയതായിട്ട് വരുന്ന ആൾക്കാർ വരുന്ന ഉടൻ തന്നെ നിങ്ങൾ UK ലൈസൻസിലേക്ക് മാറാനുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കണം. ഇതിൽ ഉപേക്ഷ വിചാരിക്കരുത്. കാരണം ഉപേക്ഷ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെയുള്ള സംഭവങ്ങളിൽ ചെന്ന് പെടാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് UK ലൈസൻസ് എടുത്ത് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് വേണ്ട മുൻകരുതൽ എടുക്കുക. കേട്ടുന്ന എല്ലാവർക്കും നന്ദി.